ഹായ് ഗേസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചങ്ങലം പരണ്ടനെ കുറിച്ച് പരിചയപ്പെടാം. നിങ്ങളറിയാത്ത ചില രഹസ്യങ്ങൾ ചങ്ങലം പരണ്ടയുടെ. എനിക്ക് തണ്ടൽ വേദന, ഡിസ്ക് കംപ്ലൈൻ്റ് ഒക്കെ ആയപ്പോൾ ഞാൻ വളർത്തിയതാണ്. സച്ചി വാങ്ങി കൊണ്ടുവന്നിട്ട് ഞങ്ങൾ വെച്ചതാണ് കേട്ടോ ചങ്ങലം പരണ്ട. സംസ്കൃതത്തിൽ അസ്ഥി സംഹാരി എന്ന് പേരുള്ള ചങ്ങലം പരണ്ട പടർന്നു കയറണ ഒരു ലതാസസ്യമാണ്. നിങ്ങൾക്കൊക്കെ അറിയാലോ, അതിങ്ങനെ പടർന്ന് വെള്ളയായിട്ട് ഇങ്ങനെ മേലെ കയറിപ്പോവും. അത് മേലെ കയറിപ്പോയി എടുക്കുന്നത് ഞങ്ങൾ വെച്ച ഒരു നെല്ലിയുടെ മുകളിലാണ്. അപ്പോൾ ഇത് ചെറിയൊരു കമ്പ് കൊണ്ടുവന്നിട്ട് ചങ്ങലം പരണ്ടാന്ന് പേര് വരാൻ തന്നെ കാരണം അതിൻ്റെ തണ്ട് അങ്ങനെയാണ്, എല്ലിൻ്റെ ആകൃതിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ചങ്ങലം പരണ്ടാന്ന് പേര് വന്നത്. അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം കൊണ്ടുവന്ന് വെച്ചതാണ്. അതങ്ങോട്ട് പടർന്ന് വലുതായിട്ട് നിറച്ച് നെല്ലി പടർന്ന് പന്തലിച്ചു. നിറയെ ചെടികളൊക്കെ അടിയിലും കണ്ടില്ലേ, ചെറുതായി അടിയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്താണെങ്കിൽ, ഇതിൻ്റെ നീരും തേനും സമം ചേർത്ത് 2 നേരം വീതം കഴിച്ചാൽ ആർത്തവം ക്രമമാവും കേട്ടോ. അതായത് മിക്കവാറും ഇപ്പോൾ നമ്മുടെ സ്ത്രീകൾക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് ആർത്തവ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും. അപ്പോൾ ആർത്തവ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾക്ക് ഒരു കൈക്കൊണ്ട ഔഷധമാണ് ചങ്ങലം പരണ്ട. പിന്നെ ചങ്ങലം പരണ്ട മഞ്ഞപ്പൊടിയും മോരും കാച്ചി കഴിച്ചാൽ ഗ്രഹണി രോഗമൊക്കെ, ചില കുട്ടികൾക്ക് ഗ്രഹണി രോഗം ഉണ്ടാവും. പക്ഷേ ഇതിനൊരു ചൊറിച്ചിൽ, നമ്മുടെ ഈ കറ്റാർവാഴയ്ക്ക് ഉണ്ടാവണ പോലെ ഒരു ചൊറിച്ചിലുണ്ടാവും. 3 ദിവസം തണലത്തും 3 ദിവസം വെയിലത്തും ഇട്ടിട്ട് അതിൻ്റെ ആ ചൊറിയണേ, നമ്മൾ ഈ കറ്റാർവാഴയ്ക്ക് ചൊറിയണ പോലത്തെ ഒരു സംഭവം നമ്മുടെ ഈ ചങ്ങലം പരണ്ടയ്ക്കും ഉണ്ട്. അപ്പോൾ ഭയങ്കര ചൊറിച്ചിലായിരിക്കും. ഞാൻ അച്ചാറുണ്ടാക്കി നോക്കി നോക്കുമ്പോൾ ഭയങ്കര ചൊറിച്ചിലായി കളയേണ്ടി വന്നു. പക്ഷേ ചമ്മന്തിപ്പൊടിയുടെ ഒരു റെസിപ്പി ഞാൻ ഇനി കാണിക്കാം കേട്ടോ നിങ്ങൾക്ക്. അത് ഞാൻ തിരഞ്ഞിട്ട് കിട്ടിയില്ല. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനുള്ള ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ മറ്റൊരു റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ഇത് ചങ്ങലം പരണ്ടയുടെ നീര് 4 ഇടങ്ങാഴി എണ്ണയും ആവണക്കെണ്ണയും കൂടി 1 ഇടങ്ങാഴി ആക്കിയിട്ട് ഇതിൽ ചങ്ങലം പരണ്ട 64 ഗ്രാം അരച്ച് ചേർക്കണം. അതായത് കൽക്കത്തിന് വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് കാച്ചിയിട്ട് ചെളി പാകത്തിലാക്കിയിട്ട് 1 രാത്രി വെച്ചിട്ട് വീണ്ടും കാച്ചി അരക്കു പാകത്തിലാക്കിയിട്ട് അരിച്ചെടുക്കുക. ഇത് നട്ടെല്ലിൽ കുറേശ്ശെ തലോടിക്കഴിഞ്ഞാൽ എത്ര വിട്ടുമാറാത്ത നടുകഴപ്പും നട്ടെല്ല് വേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് ശമിക്കും കേട്ടോ. കാരണം ഒടിഞ്ഞ അസ്ഥിയൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടി യോജിക്കാൻ നല്ലതാണ്. ഇതിൽ ഞാൻ ഈ കാണിക്കണ ഈ തണ്ടിൽ ഇതാണ് പാകം, കറക്റ്റ് പാകം കേട്ടോ. ഇതും എടുക്കരുത്, നന്നായി മൂത്തതും എടുക്കരുത്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചതാണ് ഇതിൻ്റെ കറക്റ്റ് പാകമുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു നല്ല എന്താ പറയുക തൈലം ഉണ്ടാക്കാം നിങ്ങൾക്ക്. അതിൻ്റെ റെസിപ്പിയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഇത് തൈലം ഉണ്ടാക്കാനൊന്നും എനിക്ക് കാണിക്കാൻ ടൈമില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ റെസിപ്പി പറഞ്ഞു തരുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ചമ്മന്തിപ്പൊടിയുടെ ഒരു കൂട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നീട്. കാരണം എന്താണെങ്കിൽ എൻ്റെ കയ്യിൽ അത് ഇപ്പോൾ എവിടെ ഇരിക്കണമെന്ന് എനിക്കൊരു പിടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ. 2016 ഞാനും സച്ചിൻ മാന്ത്രികമൊക്കെ, സച്ചി എന്നാട്ടി മുന്നേ മാന്ത്രികമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ 2016 മാന്ത്രികം പഠിക്കാൻ ഒരു ഗുരുനാഥൻ്റെ അടുത്ത് പോണത്. അദ്ദേഹം തന്ന അറിവുകളും ഗ്രന്ഥങ്ങളിലുള്ളതാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, താങ്ക്